നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിൽ എടുക്കുക. കാന്താര ചാപ്റ്റർ 1 ഇന്ന് റിലീസ് ചെയ്തു. ഗംഭീരം എന്നാണ് ഞാനും വീഡിയോ ഇട്ടത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ആ സിനിമയുടെ ടെക്നിക്കൽ വശങ്ങൾ. നമ്മൾ കാന്താരയുടെ ഇപ്പം ഇത് പ്രീക്വലാണ്, ഇത് കഴിഞ്ഞ ശേഷം കാന്താര യഥാർത്ഥത്തിൽ കാന്താര 2 ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇത് കാന്താര 1 ആണല്ലോ, 2 ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്, വർഷങ്ങൾക്ക് മുമ്പ് കണ്ടു കഴിഞ്ഞതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഒരു മിത്തും സത്തും ഒക്കെ ഉൾക്കൊണ്ട ഒരു സിനിമയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ഒരു രക്ഷയില്ല. പക്ഷെ ഇതിനകത്ത് ടെക്നിക്കലി ടോപ്പ് നോച്ചാണ്. കാന്താര ചാപ്റ്റർ 1 എല്ലാവരും ശ്രദ്ധിക്കുക, ടെക്നിക്കലി ടോപ്പ് നോച്ചാണ്. കണ്ടവർക്ക് എല്ലാം അറിയാമായിരിക്കും അതിൻ്റെ സിനിമാറ്റോഗ്രാഫി, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ആക്ഷൻ കൊറിയോഗ്രാഫി, VFX, ഒരു രക്ഷയില്ലാത്ത VFX. ഷാരൂഖ് ഖാൻ്റെ റെഡ് ചില്ലീസ് ആണ്, അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. VFX ഇതെല്ലാം, സൗണ്ട് മിക്സിങ് നമ്മുടെ രാജാകൃഷ്ണനാണ്, നാഷണൽ അവാർഡ് വിന്നറാണ്. അവിടെ ഒന്നും ഒരു നെഗറ്റീവ് എനിക്ക് പറയാനില്ല. പക്ഷേ ഇന്ന് ഇപ്പോൾ നമ്മളും പലർക്കും എല്ലാവർക്കും അഭിപ്രായം പറയാം. ഇപ്പം എൻ്റെ അഭിപ്രായം തെറ്റാം, എൻ്റെ അഭിപ്രായം ചിലപ്പോൾ ശരിയാകണമെന്നില്ല. കാരണം ഓരോരുത്തരുടെ അഭിപ്രായത്തിന് വാല്യൂ ഉണ്ട്. ഇപ്പം എൻ്റെ അഭിപ്രായം തെറ്റാണെങ്കിൽ ഞാൻ അഭിപ്രായം തെറ്റാണ്. ചിലരുടെ അഭിപ്രായം ഓരോരുത്തർ കാണുന്നതിൻ്റെ രീതി അനുസരിച്ചാണ്. ചിലർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കാണും, ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടേ കാണത്തില്ല. അങ്ങനെ ഒരു സിനിമ പലർക്കും പല രീതിയിലാണ്. വളരെ അപൂർവ സിനിമകളേ ഉള്ളൂ എല്ലാവർക്കും ഒരു 90% ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. എനിക്കിതിനകത്ത് അങ്ങനെ അസാധാരണമായ ഗോസ്ബും അല്ലെങ്കിൽ എലിവേഷൻ സീൻസ്, ഗോസ്ബും മൊമെന്റ്, അങ്ങനെ ഭയങ്കരമായിട്ട് എലിവേഷൻ മൊമെന്റ്സ് ഒന്നും തോന്നുന്ന അങ്ങനെ വലിയ സീനുകളുടെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു റിവ്യൂവർ പറഞ്ഞ പോലെ, ഒരു റിവ്യൂ ചെയ്യുന്ന വളരെ കാര്യമായി റിവ്യൂ ചെയ്യുന്ന ഒരു അദ്ദേഹം പറഞ്ഞ പോലെ, ജയറാമിൻ്റെ ഒരു വലിയ ഒരുപാട് നാളിന് ശേഷമുള്ള ഗംഭീര കഥാപാത്രം പടം കണ്ടവർക്കറിയാം അങ്ങനെയൊക്കെ സംഭവമേ അല്ല. ജയറാമിന് ഇച്ചിരി കൂടെ സ്ക്രീൻ പ്രസൻസ്, ശരിക്കും നിങ്ങൾ കേട്ട് നോക്കുക, ആ സിനിമ കണ്ടവരെ അഭിപ്രായം പറയുക, സ്ക്രീൻ പ്രസൻസ് ജയറാമിന് നേരത്തെക്കാട്ടിൽ കുറച്ചുകൂടെ. അല്ല, ജയറാമിൻ്റെ ഒരു രക്ഷ. ജയറാം എന്ന് പറയുന്ന നടൻ നമ്മുടെ മലയാളത്തിൻ്റെ എന്ത് ഗംഭീര കഥാപാത്രങ്ങൾ ചെയ്ത നടനാണ്. ഒരു രക്ഷയില്ലാത്ത ഏത് സെന്റിമെന്റ്സും ഹ്യൂമറും ഒക്കെ ചെയ്ത്, ഇനി തെനാലി പോലുള്ള കമലഹാസൻ പടങ്ങളിൽ പോലും ഗംഭീരം, അങ്ങോട്ടും ഇങ്ങോട്ടും 50-50 രീതിയിൽ കമലഹാസനോടൊപ്പം അവരെ പിടിച്ചു നിന്നൊരു നടൻ ഇന്നീ പോയി ചെയ്യുന്ന രീതിയിൽ, അത് പ്രത്യേകിച്ച് ഈ സിനിമയിൽ അദ്ദേഹം ഒരു രാജാവാണ്. ലാസ്റ്റിൽ ഋഷഭ് ഷെട്ടിയുടെ ഇത് OTT വരുമ്പോൾ നിങ്ങൾ എഴുതി വെച്ചോ, ഇത് ട്രോൾ മെറ്റീരിയലായിരിക്കും. ഋഷഭ് ഷെട്ടിയുടെ കൂട്ട് അനുഗ്രഹം കയറി കാണിക്കുന്ന സീനുകളൊക്കെ സത്യം പറഞ്ഞ് ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നിയത്. അതിനകത്ത് ഒരു ജയറാമിൻ്റെ പെർഫോമൻസ് എനിക്ക് തോന്നിയിട്ടില്ല. സലാം കാശ്മീരിലെ കൂട്ടർ OTT പ്ലാറ്റ്ഫോം വരുമ്പോൾ ഇത് ആൾക്കാർ കീറി ഒട്ടിക്കാൻ ചാൻസ് ഉള്ള ഒരു കഥാപാത്രമായിട്ട് എനിക്ക് തോന്നി ജയറാം. 2, എനിക്ക് സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട്, ഞാനത് വീഡിയോക്കകത്ത് പറയുകയും ചെയ്തു, നെഗറ്റീവായിട്ട് തോന്നിയത്, നമ്മളൊരു സിനിമ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സിനിമ വരുമ്പോൾ, ഇപ്പം ഒരു ബാഹുബലിയും KGF ഒന്നും കമ്പയർ ചെയ്യുമല്ലോ, കാരണം ഇതെല്ലാം സെപ്പറേറ്റ് സിനിമകളാണ്. പക്ഷെ എന്നാൽ ബാഹുബലിക്കകത്ത് അനുഷ്ക ഷെട്ടി എന്ന് പറഞ്ഞ നായിക വാളെടുത്ത് ഒരാളെ തല വെട്ടിക്കളയുമ്പോൾ നമുക്ക് തിയേറ്ററിലുള്ളവരെല്ലാം കൈയിടിക്കും. കാരണം അത്രയ്ക്ക് ഒരു ആട്യത്തെ അല്ലെങ്കിൽ ഗംഭീരമാർന്ന ഒരു സ്ക്രീൻ പ്രസൻസ് ആ നായികയ്ക്കുണ്ട്. ഇവിടെ ഋഷഭ് ഷെട്ടിക്ക് ആ സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. അന്നേരം ഓപ്പോസിറ്റ് നിൽക്കുന്ന വില്ലൻ അത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ, വില്ലൻസ് അത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ഹീറോയിസം ചെയ്യുന്നതിനൊരു അപ്ലിഫ്റ്റ് ഉള്ളൂ. ഏത് സിനിമയുടെ, അതായത് സിനിമയുടെ ചരിത്രം അങ്ങനെയാണല്ലോ, വില്ലനിസം കൂടും. ഇപ്പം നമ്മൾ ഏറ്റവും എക്സാമ്പിൾ തുടരും സിനിമയിൽ ജോർജ് സാർ എന്ന് പറയുന്ന പുള്ളി കാണിക്കുന്ന ഒരു ഭയങ്കരം വില്ലനിസം വരുമ്പോഴാണ് മോഹൻലാൽ പീക്കിലാവും. അതങ്ങനെയാണ്. ധ്രുവൻ സിനിമയിൽ എനിക്ക് പെട്ടെന്നൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ധ്രുവൻ സിനിമയിൽ മന്നാടിയർക്ക് ഹൈദരാലി എന്ന് പറയുന്ന അയാൾ കാണിക്കുന്ന വില്ലനിസമാണ് മന്നാടിയർ അങ്ങ് ടോപ്പ് നോച്ച് ആക്കുന്നത്. ഇവിടെ അങ്ങനൊരു ഫീമെയിൽ ക്യാരക്ടർ ചെയ്യുന്ന നായിക, പ്രണയവും സൗന്ദര്യം ഒക്കെ ഉള്ള നായികയാണ്. പക്ഷെ നമുക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല സിനിമയിൽ. അങ്ങനെ ഒരു വില്ലനിസം കാണിച്ച് ഭയങ്കരമായ തീവ്രമായ ഭാവങ്ങൾ വരുന്ന ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആ നായിൽ തോന്നിയില്ല. പക്ഷേ റിവ്യൂ പറഞ്ഞതനുസരിച്ച് അത് അസാധാരണ പ്രകടനമാണ്, ഒരിക്കലുമില്ല. ഇത് എൻ്റെ അഭിപ്രായമാണ്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. അങ്ങനെ ഒരു പ്രകടനമേ അല്ല. എന്തായാലും ഇതിനകത്ത് അഭിനയ പ്രാധാന്യം കൊണ്ടല്ല കാന്താര ചാപ്റ്റർ 1. എപ്പോഴും ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ ആദ്യത്തെ കാന്താര തന്നെയാണ് നല്ലത്. കാന്താര ചാപ്റ്റർ 1 ടെക്നിക്കലി സൂപ്പർ. പക്ഷേ സെക്കൻഡ് ഹാഫ് ഈ പറഞ്ഞ പോലെ ലാസ്റ്റൊക്കെ ഒന്നും മോശം എന്നല്ല പറയുന്നത്, അഭിനയ പ്രാധാന്യം കൊണ്ടൊന്നും ഭയങ്കര സംഭവമായ ഒരു സിനിമ അല്ല. അങ്ങനെ ജയറാമിൻ്റെയും നായികയുടെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ജയറാമും നായിക അതിനകത്ത് യഥാർത്ഥത്തിൽ പരാജയമായ ക്യാരക്ടേഴ്സാണ്.
നമുക്ക് അങ്ങനെ തന്നെയാണ് അതിനകത്ത് ഫീൽ ചെയ്തത്. അവർ എലിവേറ്റ് ചെയ്യുന്ന സീൻസോ നല്ലൊരു സീൻസോ ഒന്നും അതിനകത്തില്ല. ഋഷഭ് ഷെട്ടി സൂപ്പറാണ്. എനിക്കിത് പേഴ്സണലായിട്ട് അതിസൂപ്പർ ഗംഭീരമായിട്ട് മമ്മൂട്ടി മൂലം അഭിനയിക്കുന്നതൊന്നുമല്ല, ആ സിനിമയ്ക്ക് പറ്റിയ കാന്താരയ്ക്ക് പറ്റിയ ഒരു നടൻ തന്നെ. കാന്താരയ്ക്ക് പറ്റിയ നടനാണെന്ന് എനിക്ക് തോന്നുന്നത്. കാന്താരയുടെ എത്ര സീറ്റില്ല, KGF ചെയ്ത പോലെ, യാഷിന് പറ്റുന്ന പോലെ കാന്താരയ്ക്ക് പറ്റിയ ഒരാൾ ഋഷഭ് ഷെട്ടി തന്നെയാണ്. ടെക്നിക്കലി സൂപ്പർ, 1 ടൈം തിയേറ്റർ വാച്ച് മസ്റ്റായിട്ടും. കാരണം ഇതെല്ലാം കാണാൻ നമുക്കൊരു സ്ക്രീനിൽ 4K അറ്റ്മോസ് ഒക്കെ ഉള്ള തിയേറ്ററിൽ നിന്ന് കാണാം. അല്ലാതെ ഈ പറഞ്ഞവരുടെ ഒന്നും പെർഫോമൻസ് എനിക്ക് നന്നായിട്ട് തോന്നിയില്ല. ഇത് ഈ പറഞ്ഞതും എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമാണ്. ഞാൻ അവരുടെ അഭിപ്രായത്തെ ചോദ്യം ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും പറയാം. സിനിമ കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും അഭിപ്രായങ്ങൾ ഇട്ടേക്കണം. എന്നിട്ട് നമുക്ക് കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും. നല്ല അഭിപ്രായങ്ങൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ വരുമ്പോഴാണ് നമുക്കൊരു ലൈവായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പറ്റുന്നു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. എന്നിട്ട് കമൻറ്റ്സ് ഉറപ്പായിട്ടും ഇട്ടേക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ.